ഇപ്പം ഒരുപാട് പേർക്കൊക്കെ ഇപ്പോൾ ഭയങ്കര വലിയ എന്താ സൈബർ ബുള്ളിങ്ങും കാര്യങ്ങളൊക്കെ കിട്ടും. ഷെഫിൻ്റെ കേസ് പറയുകയാണെങ്കിൽ ഇതൊന്നുമല്ല. ഇപ്പം നമ്മുടെ ഈ ജെൻസി കുട്ടികൾ തന്നെ ഫുൾ കമൻറ്റ് ബോക്സിൽ ഒരു കോമഡി രീതിയിൽ പറയുന്നുണ്ട് തേങ്ങാപ്പാലിൻ്റെ കാര്യം. വളരെ പ്രകൃതി രമണീയമായ ഒരു അന്തരീക്ഷത്തിൽ തേങ്ങാപ്പാൽ പവിത്രതയുടെ കാര്യം ഇതൊക്കെ ഇഷ്ടപ്പെടുവാണോ അതോ? ഭയങ്കരമായിട്ട് പറയുന്നതിലൊന്നും പോക്കൃത്തരമില്ലല്ലോ അല്ലേ. തേങ്ങാപ്പാൽ എന്ന് പറഞ്ഞാൽ ഏറ്റവും പവിത്രമായ കാര്യമാണ് അല്ലേ. അപ്പൊ ഞാൻ സോൾട്ട് ബേ എന്ന് പറയും അല്ലേ. സോൾട്ട് ബേ അയാൾ പ്രധാനമായിട്ട് ഉപ്പിടുന്നല്ലേ അല്ലേ. ഞാൻ തേങ്ങാപ്പാൽ ഒഴിക്കുന്നു അല്ലേ. കോക്കനട്ട് ബേ എന്ന് വിളിക്കാം. പീപ്പിൾ ഹാവ് ടു ഗെറ്റ് എന്റർടൈൻഡ്. നമ്മളെ ചീത്തൊന്നും വിളിക്കുന്നത് തള്ളക്കൊന്നും വിളിക്കുന്നില്ല, പ്രശ്നമല്ല. എൻ്റെ ഒരു സംസാര രീതിയൊക്കെ മാറ്റണമെന്നൊക്കെ പലരും ഉപദേശിക്കാറുണ്ട്. അത് മാറ്റിയപ്പോഴേ ഞാനില്ല. ജീവിക്കുന്നതിൽ എന്താണ് അർത്ഥം? നമ്മളിങ്ങനെ ക്രിമിനൽസ് ആണ് പറഞ്ഞുള്ള വീഡിയോ ഇങ്ങനെ സ്പ്രെഡ് ചെയ്യാണ്. അവരുടെയൊക്കെ ഇൻറ്റഗ്രിറ്റിയെ ബാധിക്കുന്ന ഒരു കാര്യം ചെയ്താൽ തന്നെയും നമ്മളെന്തിനാ നമ്മളെ ഫാമിലിയൊക്കെ ബോധർ ചെയ്യുന്നത് അല്ലേ. നമ്മളെ വൈഫ്, നമ്മളെ കുട്ടി എന്ന് പറഞ്ഞാൽ നമ്മളൊരു പ്രൈവറ്റ് ഏരിയ അല്ലേ, പ്രൈവസി ഏരിയ അല്ലേ. പക്ഷെ മലയാളികൾക്ക് അന്നത്തെ ആ സുഹൃത്തുക്കൾക്ക് അതൊരു എൻ്റർടൈൻമെൻ്റ് ആയിരുന്നു. ആക്ച്വലി ഞാൻ അന്ന് രാത്രി വാവിട്ട് നിലവിളിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. അതാണ് ഫാക്റ്റ്. കരയാന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചോളം എൻ്റെ ഈഗോയുടെ പിനാക്കിളിൽ നിന്നുകൊണ്ട് പൊട്ടിത്തെറിക്കുന്ന ആളാണ്. വാട്ട് ഐ ഹാവ് ബിൽഡ് ഇൻ മൈ ലൈഫ് ഈസ് ഫെയ്ത്ത്. ഒരു പാക്കറ്റ് ഡ്രിങ്കിൻ്റെ പരസ്യത്തിൽ 25 ലക്ഷം രൂപ വാങ്ങിച്ചിട്ട് ഞാൻ 5 ലക്ഷം രൂപ ക്യാൻസറുള്ള കുട്ടികൾക്ക് കൊടുക്കുന്നതിൽ എന്തർത്ഥമാണ് അല്ലേ. ബേസിക്കലി ഇതെല്ലാം എന്നെ സംബന്ധിച്ചിടത്തോളം ഫേക്കാണ്. അക്കോർഡിംഗ് ടു മീ ഇറ്റ് ഇസ് ഫേക്ക്. എനിക്ക് എൻ്റെ സുഹൃത്തുക്കളോടും എൻ്റെ സമൂഹത്തിനോടും എൻ്റെ കുട്ടികളോടും എനിക്കൊരു ധാർമ്മിക ഉത്തരവാദിത്വമാണ്. അപ്പം ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ ഞാൻ സ്പ്രെഡ് ചെയ്യാം. പൈസ എല്ലാവർക്കും ആവശ്യമുണ്ടല്ലോ, എല്ലാവർക്കും. പക്ഷെ അത് നിലനിൽക്കട്ടെ. ഞാൻ കുറേ തട്ടിപ്പറിച്ചും കുറേ ഫേക്കിസം കാണിച്ചും ഞാൻ പൈസ ഉണ്ടാക്കിയിട്ട് അത് മരുന്നിനും മന്ത്രത്തിനും കളയണോ? ഞാൻ ലിമിറ്റഡായിട്ട് കാശുണ്ടാക്കി ഞാൻ ആഘോഷിച്ച് കളയണം. അപ്പം നമ്മളെ മക്കളില്ലേ, നമ്മളൊരു അനിയത്തിക്കുട്ടി നാളെ 100 നാളെ 10 പേർക്ക് പറയാം ഞാൻ ഷെഫുമായിട്ട്. അപ്പോൾ നിങ്ങൾക്കൊരു പ്രൈഡല്ലേ, ഞാൻ ഒരു അന്തസ്സല്ല, അല്ലാതെ നാണക്കേടല്ലല്ലോ ഒരിക്കലും. ഞാൻ ഹാഹൂന്നോ ഇല്ലെങ്കിൽ ഞാൻ ഡബിൾ മീനിങ് സംസാരിച്ചിട്ടോ ഇല്ലെങ്കിൽ ഞാൻ അറ്റൻഷൻ സീക്ക് ചെയ്യാൻ വേണ്ടി കുറേ കോപ്രാണ്ടിത്തരങ്ങൾ കാണിച്ചിട്ടോ അതിനു വേണ്ടി ഞാൻ സോഷ്യൽ മീഡിയയിൽ പോയിട്ട് സഹതാപം വിറ്റിട്ടോ ഒന്നുമല്ല നൂർ ഞാൻ അവിടെ ഇരിക്കുന്നു. എൻ്റെ സുഹൃത്തുക്കൾക്കും അതൊരു അന്തസ്സാണ് അല്ലേ. ചേർത്ത് പിടിക്കുന്നവർക്ക് ഞാനൊരു അന്തസ്സാണ്. അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇതെങ്ങനെ സാധിച്ചു എന്ന് ചോദിച്ചാൽ നമ്മളെല്ലാവരുടെ ജീവിതത്തിലും നമ്മളെ തലയുടെ മുകളിലൂടെ ദേവത, ഭാഗ്യദേവത പറക്കുന്ന ഒരു ദിവസം വരും. അതെങ്ങനെ ചാടിപ്പിടിച്ചോന്ന് ചോദിച്ചാൽ 365 ദിവസവും 24 മണിക്കൂറും ഞാൻ ചാടിക്കൊണ്ടിരിക്കുക. ഹായ്, ഹലോ ആൻഡ് വെൽക്കം ടു ഗാലറി വിഷൻ മീഡിയ. ഇറ്റ്സ് മീ നൂർജഹാൻ ആൻഡ് ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് ഷെഫ് നലൻ ഷൈനാണ്. വെൽക്കം. നമസ്കാരം. ഒരുപാട് സന്തോഷം ഷെഫിൻ്റെ കൂടെ ഇങ്ങനെ ഇരിക്കാൻ പറ്റിയതിൽ. സുഖമായിട്ടിരിക്കുന്നോ? സുഖമായിട്ട്. എന്തൊക്കെയാണ് പുതിയ വിശേഷങ്ങൾ, ഏറ്റവും പുതിയ വിശേഷങ്ങൾ? ജിയോ ഹോട്ട്സ്റ്റാറായിട്ടുള്ള പ്രോഗ്രാം തന്നെ ഭാവനയായിട്ട് സ്ക്രീൻ ഷെയർ ചെയ്യാൻ പറ്റുക എന്നെ ബേസിക്കലി എനിക്കത് ഭയങ്കര ഒരു എക്സൈറ്റഡ് മൊമെൻ്റ് ആണ്. പിന്നെ ബാക്കിയുള്ള ബിഗ് ബോസിലെ സ്റ്റാർസും ഉണ്ട്. എവറിബഡി ഈസ് സോ വൈബ്രൻറ്റ്. അപ്പോൾ അവരിൽ നിന്ന് നമുക്ക് എനർജി പഠിക്കാൻ പറ്റും. 10 മണിക്കൂറൊക്കെ ആയിരിക്കും, പക്ഷെ അവർ ആ എനർജി ലെവൽ ഭയങ്കര പേസാണ്. അതെ, ഇപ്പോൾ പഠിക്കാൻ പറ്റുമെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ മൈൻഡിലോട്ട് പെട്ടെന്ന് വന്ന് നമ്മൾ ഇൻ്റർവ്യൂ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പേ ഞാനിങ്ങനെ ഷെഫിനോട് എന്താണ് ഇങ്ങനെ പ്ലാൻസ് ഒക്കെ ചോദിച്ചപ്പോൾ പറഞ്ഞില്ലേ, എനിക്കൊരു ഫുൾ വിഷൻ ഉണ്ട്, 2028 വരെ ഫുൾ പ്ലാനിങ് ആണ്. അപ്പോൾ ലൈക്ക് ഇങ്ങനൊരു പ്ലാൻ, എനിക്ക് പുതിയ കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുക, അങ്ങനത്തെ ഒരു പേഴ്സണാലിറ്റി ആണോ പണ്ട് മുതൽ തന്നെ? കാരണം നമ്മൾ ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ മാർക്കറ്റിൽ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഇന്നത്തെ ജനറേഷൻ നമ്മൾ ഒരുപാട് എഡ്യൂക്കേറ്റ് ചെയ്യും. അപ്പോൾ അവരെയൊക്കെ അക്സെപ്റ്റ് ചെയ്യണം. നമ്മൾ ഇതൊന്നും എൻ്റെ പീസ് ഓഫ് കേക്ക് അല്ല എന്നും പറഞ്ഞ് പോകുന്നതിൽ കാര്യമില്ല. ഹൗ ക്യാൻ യു മേക്ക് ദാറ്റ് പാത്ത് ആസ് എ ബ്ലെസ്സിങ് ഇൻ യുവർ ലൈഫ്, അങ്ങനെ എടുക്കുക. അങ്ങനെയാണെങ്കിൽ ഈ ഇൻഡസ്ട്രിയിൽ നിൽക്കാൻ പറ്റത്തുള്ളൂ അല്ലേ. അങ്ങനെ പഠിക്കണം, ഓരോരുത്തരിൽ നിന്ന് പഠിക്കുകയാണ്. ഇപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ മുഴുവനും ഈ പറഞ്ഞ പോലെ സോഷ്യൽ മീഡിയയിൽ ഒരു ഫെയിം, ആ ഒരു കൈൻഡ് ഓഫ് എല്ലാ ആളുകൾക്കും പണ്ട് ഈ സിനിമാ നടന്മാർക്ക് മാത്രം കിട്ടിയിരുന്ന ആ ഒരു സ്റ്റാർഡം ഉണ്ടല്ലോ, അതിപ്പം നമുക്ക് എല്ലാവർക്കും നമ്മുടെ കഴിവും പൊട്ടൻഷ്യലും കൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ആ ഒരു കരിയർ ഷിഫ്റ്റ് ലൈക്ക് മീഡിയയിലും കൂടെ ആ ഒരു ഫെയിം, ആ ഒരു ജേണി എങ്ങനെയായിരുന്നു? ഞാൻ അങ്ങനെ ഒരു മീഡിയ ജേണിയിൽ വരാൻ കാരണം വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ വേറെ കുറച്ചാൾ മുമ്പ് പറഞ്ഞിട്ടുള്ള കാര്യം, ഞാൻ ഗൾഫിൽ നിന്നും കോടിക്കണക്കിന് രൂപയായിട്ട് ഓടി രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞ് ഒരു ഫേക്ക് ന്യൂസ് വന്നത്. ഒരു പ്രൈവറ്റ് ചാനലിലാണ് വന്നത്, ഒരു പ്രൈവറ്റ് പ്രോഗ്രാമിലാണ് വന്നത്. അതൊരു പെയ്ഡ്
എന്നെ ഡീഫെയിം ചെയ്യാനായിട്ടുള്ള ഒരു പെയ്ഡ് പ്രോഗ്രാമാണ്. പക്ഷേ അത് നമ്മളെ ഇഷ്ടപ്പെടുന്ന കുറേ ആൾക്കാർ, നമ്മൾ നന്നാവണമെന്ന് ആഗ്രഹിക്കുന്ന കുറേ ആൾക്കാർ ഇത് ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ട് കൊല്ലത്ത് കംപ്ലീറ്റ് നമ്മളൊരാളെ പരിചയപ്പെട്ട് കഴിഞ്ഞാൽ അവർക്കിത് ഇങ്ങനെ അയച്ചു കൊടുത്തുകൊണ്ടിരിക്കും, സ്പ്രെഡ് ചെയ്തുകൊണ്ടിരുന്നു. അതെ. അപ്പോൾ ആ സമയത്ത് ഇതെൻ്റെ ഫാമിലി ലൈഫിനെ ഒരുപാട് ബാധിക്കുകയൊക്കെ ചെയ്യും. കാരണം എൻ്റെ വൈഫ് ആ സമയത്ത് ടീച്ചറായിട്ട് വർക്ക് ചെയ്യുന്നു, ഒരു കോർഡിനേറ്ററായിട്ട്. അപ്പോൾ പുള്ളിക്കാരി ബേസിക്കലി സ്കൂളിൽ പോയിട്ട് വരുന്ന സമയത്തും അവരുടെ വാട്സപ്പ് ഗ്രൂപ്പിനകത്ത് ഇത് കിടന്ന് കറങ്ങാം. അങ്ങനെ വീട്ടിൽ വന്ന് നമ്മൾ നോക്കാൻ നേരത്ത് അറിയാമല്ലോ, ഫേസൊക്കെ ഇങ്ങനെ 10 കിലോ ഉണ്ട്. അപ്പം ഞാൻ ചോദിച്ചിട്ട് പറയുന്നില്ല എന്തോ കാര്യം. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഞാൻ ഒരു വളരെ വിഷമത്തോടുകൂടി അപ്പോൾ ജീവിക്കുന്നതിൽ എന്താണ് അർത്ഥം, നമ്മളിങ്ങനെ ക്രിമിനൽസാണ്, നമ്മൾ പറഞ്ഞുള്ള വീഡിയോ ഇങ്ങനെ സ്പ്രെഡ് ചെയ്യാണ്. അപ്പം അവരുടെയൊക്കെ ഇൻറ്റഗ്രിറ്റിയെ ബാധിക്കുന്നൊരു കാര്യമല്ല. അങ്ങനെ അന്നത്തെ രാത്രി മൊത്തം ഭയങ്കരമായിട്ട് പ്രയാസമായി. കാരണം നമ്മൾ ചെയ്തിട്ടില്ല, അതും ചെയ്താൽ തന്നെയും നമ്മളെന്തിനാ നമ്മളെ ഫാമിലിയൊക്കെ ബോദർ ചെയ്യുന്നത്, അല്ലേ? നമ്മളെ വൈഫ്, നമ്മളെ കുട്ടി എന്നൊക്കെ പറയാൻ നമ്മളൊരു പ്രൈവറ്റ് ഏരിയയല്ല, ഒരു പ്രൈവസി ഏരിയല്ല. പക്ഷെ മലയാളികൾക്ക് അന്നത്തെ ആ സുഹൃത്തുക്കൾക്ക് അതൊരു എൻ്റർടൈൻമെൻ്റ് ആയിരുന്നു. അപ്പോൾ അങ്ങനെ പിറ്റേന്ന് അന്ന് ഞാൻ രാത്രി ആക്ച്വലി ഉറങ്ങിയിട്ടില്ല നൂർജഹാൻ. ഞാൻ ഭയങ്കര ഒരു ഡിവസ്റ്റേറ്റഡ് നോട്ടിലായിരുന്നു. ഒരിക്കലും മറക്കില്ല. അന്ന് രാവിലെ ആക്ച്വലി ഞാൻ അന്ന് രാത്രി വാവിട്ട് നിലവിളിച്ചു എന്ന് വേണമെങ്കിൽ പറയാം, അതാണ് ഫാക്റ്റ്. അപ്പം ഞാൻ കരയാന്നാണ് പറയുന്നത്. എന്നെ സംബന്ധിച്ചോളം എൻ്റെ ഈഗോയുടെ പിനാക്കിളിൽ നിന്നുകൊണ്ട് പൊട്ടിത്തെറിക്കുന്ന ആളാണ്. നെക്സ്റ്റ് ഡേ രാവിലെ ഞാൻ എൻ്റെ വൈഫിനോട് പറഞ്ഞു, 100 വാർത്തകൾ വരും എന്നെപ്പറ്റി. ആൾക്കാർ വഴിയിൽ എന്നെ നിർത്തി സെൽഫി എടുക്കും. ഗൂഗിളിൽ അന്വേഷിക്കുമ്പോൾ ഞാൻ കേരളത്തിൻ്റെ ബ്രാൻഡ് അംബാസഡർ ആയിരിക്കും. ഇന്ന് മോഡേൺ കൾനറിയുടെ ബ്രാൻഡ് അംബാസഡർ എന്നാണ് ഗൂഗിൾ പറയുന്നത്. യു ക്യാൻ ഗൂഗിൾ മീ. സോ എല്ലാ പത്രങ്ങളും, ഇന്ത്യൻ എക്സ്പ്രസ് ഉൾപ്പെടെ എന്നെപ്പറ്റി എഴുതി. അപ്പം ഇത് അവർക്ക് കൊടുത്തൊരു ഓണററി ഗിഫ്റ്റാവാം. അപ്പം ദാറ്റ്സ് ഹൗ ഇറ്റ് ഹാപ്പൻഡ്. അങ്ങനെ ഒരു ന്യൂസ് വന്നപ്പോഴേക്ക് സത്യം പറഞ്ഞാൽ ഉള്ളിൽ ഒരു വാശി ഉണ്ടായിരുന്നോ? എനിക്ക് എൻ്റെ ഫാമിലി, എസ്പെഷ്യലി എൻ്റെ മകൻ സൺഷൈൻ എന്ന പേര്, എൻ്റെ മകൻ്റെ മുമ്പിൽ എനിക്ക് തലകുനിക്കുന്ന ഇഷ്ടമല്ല. അവൻ ആരുടെ മുമ്പിലും ഞാൻ കാരണം തലകുനിക്കണമെന്ന് എനിക്ക് താല്പര്യമില്ല. ഇന്നിപ്പം നൂർജഹാൻ പറഞ്ഞ പോലെ ഇന്ന് ഗൂഗിളിൽ അന്വേഷിച്ചാൽ, സോഷ്യൽ മീഡിയയിൽ അന്വേഷിച്ചാൽ ഷെഫ് നളൻ എന്താണ് എന്നുള്ളത് എനിക്ക് ഷോക്കേസ് ചെയ്യാൻ പറ്റും, അല്ലേ? സോ ഇറ്റ് ഈസ് മോർ ദാൻ ലൈക്ക് ഷുഡ് ഐ ടെൽ യു ഓർ ഷുഡ് ഐ ഷോ യു എന്നുള്ളിടത്ത് എത്തി. അപ്പോൾ അത് അവന് കൊടുത്തിരിക്കുന്ന ഒരു ഗിഫ്റ്റാണ് നൂർ. കാരണം പലർക്കും അതൊരു അഹങ്കാരമായിട്ടൊക്കെ എടുത്തോ, നിങ്ങളും പ്രാക്ടീസ് ചെയ്തോ, നിങ്ങൾക്കും ഇത് പറ്റും, അല്ലേ? അപ്പം നമ്മളെ മക്കളില്ലേ, നമ്മളൊരു അനിയത്തിക്കുട്ടി, ഇപ്പം നാളെ നൂറിന് തന്നെ നാളെ 10 പേർക്ക് പറയാം ഞാൻ ഷെഫുമായിട്ട്. അപ്പം നിങ്ങൾക്കൊരു പ്രൈഡല്ലേ, ഞാൻ ഒരു അന്തസ്സല്ല, അല്ലാതെ നാണക്കേടല്ലല്ലോ. ഒരിക്കലും ഞാൻ ഹൂന്നോ ഇല്ലെങ്കിൽ ഞാൻ ഡബിൾ മീനിങ് സംസാരിച്ചിട്ടോ, ഇല്ലെങ്കിൽ ഞാൻ അറ്റൻഷൻ സീക്ക് ചെയ്യാൻ വേണ്ടി കുറേ കോപ്രാണ്ടിത്തരങ്ങൾ കാണിച്ചിട്ടോ, അതിനു വേണ്ടി ഞാൻ സോഷ്യൽ മീഡിയയിൽ പോയിട്ട് സഹതാപം വിറ്റിട്ടോ ഒന്നുമല്ല നൂർ ഞാൻ അവിടെ ഇരിക്കുന്നത്. അല്ല, ഷെഫിൻ്റെ സ്കില്ല് കൊണ്ട് തന്നെ ഇരിക്കുന്നത്. അതെനിക്കൊരു, എൻ്റെ സുഹൃത്തുക്കൾക്കും അതൊരു അന്തസ്സാണ്, അല്ലേ? എന്നെ ചേർത്ത് പിടിക്കുന്നവർക്ക് ഞാനൊരു അന്തസ്സാണ്. അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഈ ഒരു ഫേസ് നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ടല്ലേ? തീർച്ചയായിട്ടും എൻജോയ് ചെയ്യുന്നതുകൊണ്ട്, സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്. ഞാൻ അതിനു വേണ്ടി ഒരുപാട് 24/7 365 ഡേയ്സ് ഞാൻ പറഞ്ഞ സെയിം കാര്യം നൂറിൻ്റെ അടുത്തും പറയാം. ഇതെങ്ങനെ സാധിച്ചു എന്ന് ചോദിച്ചാൽ, നമ്മളെ എല്ലാവരുടെ ജീവിതത്തിലും നമ്മളെ തലയുടെ മുകളിലൂടെ ഭാഗ്യദേവത പറക്കുന്ന ഒരു ദിവസം വരും. അത് ചാടി പിടിച്ചാൽ മതി. അതെങ്ങനെ ചാടി പിടിച്ചോന്ന് ചോദിച്ചാൽ 365 ദിവസവും 24 മണിക്കൂറും ഞാൻ ചാടിക്കൊണ്ടിരിക്കുകയാണ്. കൺസിസ്റ്റൻസി അല്ലേ? എപ്പോഴെങ്കിലും ഈ നമ്മളെല്ലാവരും മനുഷ്യന്മാരാണ്, ഒരുപാട് ഈ പറഞ്ഞ പോലെ ഈ ചാടിക്കൊണ്ടിരിക്കുമ്പോഴും ഒരു റിസൾട്ട് ഇല്ലയെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ കുറേ പേരൊക്കെ തളർന്നു പോകും. തളരാതെ വീണ്ടും മുന്നോട്ട് പോകാനായിട്ടുള്ള പ്രചോദനം എവിടുന്ന ഉണ്ട്. ഞാൻ ബാലരമ, അതേ കണക്ക് ബാലമംഗളം, ബോബനും മോളിയും ഇങ്ങനെയുള്ള പുസ്തകങ്ങളൊക്കെ കൊച്ചുനാളോട്ട് ഭയങ്കര അഡിക്റ്റായിരുന്നു. അപ്പോൾ അതിനകത്ത് എന്നെ ഏറ്റവും ഇൻസ്പയർ ചെയ്ത 2 സ്റ്റോറീസ് ഉണ്ട്. ഒന്ന് ആമയും മുയലും. ഓക്കെ, മുയൽ ചാടി പോകും. ഓക്കെ, മുയലിന് വേണ്ടി പല ബ്രാൻഡ് അംബാസഡേഴ്സ് കാണും, പലതും കാണും. ആമ ചെയ്തത് എന്താണ്? പോയിക്കിട്ടേ ഇരിക്കണം. എന്നെ വേണാലും നടക്കട്ടെ, പരവായില്ല, നമ്മൾ പോയിക്കിട്ടേ ഇരിക്കണം, അല്ലേ? ചിന്തിച്ച് നോക്കി. അതെന്നെ ഭയങ്കര ഇൻസ്പയർ ചെയ്തൊരു സ്റ്റോറിയാണ്. ആമ ജയിക്കും. നീ ആരെയും ശ്രദ്ധിക്കണ്ട. നിനക്ക് സ്പീഡ് സ്ലോ ആയിരിക്കും, നിനക്ക് വേണ്ടി പറയാൻ ആൾക്കാർ കാണില്ല, നീ നടന്നുകൊണ്ടിരിക്കടാ.
അപ്പോൾ അത് തന്നെയാണ് ഞാൻ എന്നോട് പറഞ്ഞത്. പിന്നെ രണ്ടാമത് ഈ കഴുതയും കൊണ്ട് നടന്ന തന്തയുടെയും മകൻ്റെയും സ്റ്റോറി അറിയാമോ? അത് അല്ല. മകനും തന്തയും കൂടെ ഒരു കഴുതയെ വാങ്ങിക്കാൻ ചന്തയിൽ പോകുന്നു. അപ്പോൾ അവിടുന്ന് കഴുതയെ വാങ്ങിക്കുന്നു. തന്ത കഴുതപ്പുറത്ത് കയറിയിരിക്കുന്നു. ഒരു മാർക്കറ്റിലെത്തിയപ്പോൾ ആ കൊച്ചിനെ നടത്തിക്കുന്നു. ആ തന്ത കിളവൻ കയറിയിരിക്കുമെന്ന് പറഞ്ഞു. ഉടനെ തന്ത ഇറങ്ങിയിട്ട് കൊച്ചി ഇറക്കനെ കയറ്റിയിരുത്തുന്നു. അപ്പോൾ പറഞ്ഞു ആ വയസ്സായ മനുഷ്യനെ നടത്തിച്ചിട്ട് കൊച്ചി ഇറക്കം കയറിയിരിക്കുന്നു. പിന്നെ തന്തയും കൊച്ചും കൂടെ കയറിയിരുന്നു. പറഞ്ഞു ആ പാവം കഴുതയെ രണ്ടും കൂടെ എന്തോ കാണിക്കുന്നതെന്ന് ചോദിച്ചു. ലാസ്റ്റ് ഈ കഴുതയെ എടുത്ത് വെള്ളത്തിൽ കളഞ്ഞിട്ട് പോയതാ. വല്ലവൻ്റെയും വായിരിക്കുന്നത് എൻ്റെ തലയിൽ ചുമക്കാതിരിക്കുക. സിമ്പിൾ. ഈ രണ്ട് സ്റ്റോറീസ് മതി ലൈഫിൽ എല്ലാവർക്കും എവിടെയെങ്കിലുമൊക്കെ എത്താൻ. കറക്റ്റാണ്. അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്താലും കുറ്റം പറയാനും ആളുകളുണ്ട് അല്ലേ? അപ്പോൾ ലാസ്റ്റ് അയാൾക്ക് കഴുത നഷ്ടപ്പെട്ടു. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഞാനിപ്പോൾ എൻ്റെ സുഹൃത്തുക്കൾ പലരും ഇത് കാണുമ്പോൾ എന്നെ വിളിക്കും. ഷെഫ ഞാനൊരു സിറ്റുവേഷൻ നമ്മൾ വല്ലവനും ഛർദ്ദിക്കുന്നത് നിൻ്റെ തലയിൽ ചുമക്കാതിരിക്കുക. അത് അവൻ വാരി തിന്നോട്ടെ, അവൻ നടന്നോട്ടെ, അവൻ എൻ്റെ നാറ്റം അടിച്ചോട്ടെ, നമ്മുടെ തൊട്ട് കൊണ്ടുവരുമ്പോൾ കൊണ്ടുപോടാന്ന് പറയുക. അതിനുള്ള ഗട്ട്സ് ഉണ്ടാവണം. ഇതെന്തോ ചെയ്യുന്ന വല്ലവനും ഛർദ്ദിക്കുന്ന എടുത്ത് തലയിലോട്ട് വെച്ചിട്ട് നമ്മൾ മൂക്കും പൊത്തി കിടക്കും. അതിൻ്റെ ആവശ്യമുണ്ടോ? ഇല്ല, ഒരിക്കലും ഇല്ല. നമ്മൾ കുറ്റം പറഞ്ഞാൽ പോരെ, എന്തിനാ അവനെ കുറ്റം പറയുന്നത്? അതെ. ഇപ്പോൾ ഈ നമ്മൾ സോഷ്യൽ മീഡിയയുടെ കാര്യം പറഞ്ഞു. ഇതിനകത്താണെങ്കിലും ഇപ്പം ഒരുപാട് പേർക്കൊക്കെ ഇപ്പോൾ ഭയങ്കര വലിയ എന്താ സൈബർ ബുള്ളിങ്ങും കാര്യങ്ങളൊക്കെ കിട്ടും. ഷെഫിൻ്റെ കേസ് പറയുകയാണെങ്കിൽ ഇതൊന്നുമല്ല. ഈ ഇപ്പം നമ്മുടെ ഈ ജെൻസി കുട്ടികൾ തന്നെ ഫുൾ കമൻറ്റ് ബോക്സിൽ ഒരു കോമഡി രീതിയിൽ പറയുന്നുണ്ട്. തേങ്ങാപ്പാലിൻ്റെ കാര്യം, പവിത്രതയുടെ കാര്യം, ഇതൊക്കെ ഇഷ്ടപ്പെടുവാണോ അതോ? ഭയങ്കരമായിട്ട് പറയുന്നതിലൊന്നും പോക്കൃത്തരമില്ലല്ലോ അല്ലേ? തേങ്ങാപ്പാൽ എന്ന് പറഞ്ഞാൽ ഏറ്റവും പവിത്രമായ കാര്യമാണ് അല്ലേ? അപ്പൊ ഞാൻ സോൾട്ട് ബേ എന്ന് പറയുന്നു അല്ലേ? സോൾട്ട് ബേ അയാൾ പ്രധാനമായിട്ട് ഉപ്പിടുന്നല്ലേ അല്ലേ? ഞാൻ തേങ്ങാപ്പാൽ ഒഴിക്കുന്നു അല്ലേ? കോക്കനട്ട് ബേ എന്ന് വിളിക്കാം അല്ലേ? ഗുഡ് സ്പിരിറ്റ്. പിന്നെ പവിത്രത, അത് നല്ല കാര്യമല്ലേ അല്ലേ? പിന്നെ ഇപ്പൊ ഏറ്റവും ബ്യൂട്ടിഫുൾ എന്ന് പറഞ്ഞാൽ സിൽവറിഷ് അതെ, ബ്ലൂയിഷ്. പീപ്പിൾ ഹാവ് ടു ഗെറ്റ് എൻ്റർടൈൻഡ്. നമ്മളെ ചീത്തൊന്നും വിളിക്കുന്നത് അള്ളക്കൊന്നും വിളിക്കുന്നില്ല, പ്രശ്നമല്ല. എൻ്റെ ഒരു സംസാര രീതിയൊക്കെ മാറ്റണമെന്നൊക്കെ പലരും ഉപദേശിക്കാറുണ്ട്. അത് മാറ്റിയപ്പോൾ ഞാനില്ലല്ലോ. അതെ, ജീവിതകാലം ഫുൾ അഭിനയിക്കേണ്ടവരും. അതെ അതെ. മാസ്ക് ഇട്ട് നടക്കുക എന്ന് പറയുന്നത്, ഇപ്പം എനിക്കൊരു സാധനം ഇഷ്ടപ്പെട്ടു, ഞാൻ നിങ്ങളടുത്ത് പറഞ്ഞു, ഇഷ്ടപ്പെട്ടില്ല പറഞ്ഞു, അവിടെ തീർന്നില്ലേ? ഞാനിത് നിന്ന് പുറത്ത് നിന്നിട്ട് ഞാൻ അവിടെ ചെന്നു, അത് അങ്ങനായിരുന്നു ഇങ്ങനായിരുന്നു, അതിനൊന്നും വലിയ കാര്യം. ഇവിടുന്ന് ഇറങ്ങുമ്പോൾ അതങ്ങ് മറക്കണം. ഈ സിൽവറിഷ് ഒക്കെ നാച്ചുറലി വരുന്ന സംസാരത്തിൽ വന്നു പോകുന്നതാണോ? ഞാൻ നമുക്ക് വിഷ്വലൈസ് ചെയ്യും. നമ്മൾ കുക്കിങ്ങിലാകുമ്പം നമുക്ക് ഇപ്പം എൻ്റെ കാര്യമാണ്, ഞാൻ ചിക്കൻ ഒരു സാധനം പ്ലേറ്റ് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ വിഷ്വലൈസ് ചെയ്യാം, അത് ഞാൻ ഗോൾഡൻ ഫിനിഷ് ആയിരിക്കണം എന്നൊക്കെ വിഷ്വലൈസ് ചെയ്യും. അതിപ്പോൾ അങ്ങനെ ഇപ്പം നമ്മൾ എന്താ പറയുന്നത്, ഉള്ളി റോസ്റ്റ് ചെയ്യുമ്പോൾ പറയത്തില്ലേ അത് ഗോൾഡൻ ബ്രൗൺ ആവണം, അപ്പോൾ ഗോൾഡ് ഉണ്ടോ അതിനകത്ത്? ഇല്ലല്ലോ. അപ്പം അതിലിപ്പം സ്വർണിഷ് എന്ന് പറയുമ്പോൾ ഇത് ഗോൾഡിഷ് എന്ന് പറയുന്ന പോലെ അതങ്ങ് വരുന്നതാണ്. നമുക്ക് ഓരോരുത്തർക്കും ഓരോ സംസാരത്തിനൊരു രീതിയുണ്ടല്ലോ. നമ്മൾ ആ സിൽവർ കളറിൽ കാണണോ അതിന്? അത് എത്രയോ 4 മില്യൺ 5 മില്യൺ വ്യൂസ് പോകുന്നിടത്ത് 40,000 കമൻറ്റ് എന്താവാൻ അല്ലേ? രോമം പൊഴിയുന്നൊരു ലാഘവത്തോടി കണ്ടോണ്ടിരിക്കാനല്ലേ? ഇപ്പൊ എല്ലാവരും കാണുമ്പോഴത്തേക്ക് ഈ പറഞ്ഞ പവിത്രത. എൻ്റെ ഈ ജിയോ ഹോട്ട്സ്റ്റാറിൽ എന്നെ വെച്ചിട്ട് ഒരു ചാപ്റ്റർ തന്നെ ചെയ്തിട്ടുണ്ട്, തേങ്ങാപ്പാൽ മത്സരം. ഞാൻ ആലോചിച്ചു എന്നെ പണിയാനാണോ അങ്ങനെ തേങ്ങാപ്പാൽ മത്സരം വരുന്നുണ്ട്. എല്ലാരും ഇപ്പൊ എവിടെ തേങ്ങാപ്പാൽ കണ്ടാലും നമ്മുടെ മനസ്സിലോട്ട് ആദ്യം വരുന്നത് ഷെഫ് നളന്റെ അത് മാത്രമല്ല, വാട്ട് ഐ ഹാവ് ബിൽഡ് ഇൻ മൈ ലൈഫ് ഇസ് ഫെയ്ത്ത് അല്ലേ? ഞാൻ പാക്കറ്റ് മസാലകൾ വാങ്ങിച്ച് കഴിക്കുന്നു പറഞ്ഞ് ഒരു പരസ്യവും ചെയ്തിട്ടില്ല, ഒരു പാക്കറ്റ് ഡ്രിങ്ക്സ് ചെയ്തിട്ടില്ല അല്ലേ? ഞാനിപ്പോൾ ഈ സൈഡിൽ ഒരു പാക്കറ്റ് ഡ്രിങ്കിൻ്റെ പരസ്യത്തിൽ 25 ലക്ഷം രൂപ വാങ്ങിച്ചിട്ട് ഞാൻ 5 ലക്ഷം രൂപ ക്യാൻസറുള്ള കുട്ടികൾക്ക് കൊടുക്കുന്നതിൽ എന്തർത്ഥമുള്ള അല്ലേ? ബേസിക്കലി ഇതെല്ലാം എന്നെ സംബന്ധിച്ചിടത്തോളം ഫേക്കാണ്. അക്കോർഡിംഗ് ടു മീ ഇറ്റ് ഇസ് ഫേക്ക്. ഇപ്പോൾ പലരും ഇവിടെ പല പരസ്യങ്ങൾ ചെയ്യുന്നുണ്ട്, പല സ്റ്റാർസ് ചെയ്യുന്നുണ്ട് അല്ലേ? മെഗാ സ്റ്റാർസ്. ഒരു ഉദാഹരണം ചോദിക്കുക, ഇപ്പോൾ ഒരു തുണിക്കടയുടെ ഷോറൂം എടുക്കുക, തുണിക്കട എടുക്കുക. ഈ തുണിക്കടയുടെ ഷോറൂമിൽ മിക്കപ്പോഴും സെലിബ്രിറ്റികളാണ്, ഈ സിനിമാ താരങ്ങളാണ്. 100 പറയാൻ പറ്റുമോ ഇവർ ഏതെങ്കിലും ഒരു ഷർട്ട് ഷഡ്ഡി ഈ പറയുന്ന ഷോറൂമിൽ നിന്ന് കാശ് കൊടുത്ത് വാങ്ങിച്ചിട്ടുണ്ടോ? ഇല്ല. നമ്മളെ പറ്റിക്കല്ലേ? ഞാനത് ചെയ്യുന്നില്ലല്ലോ. ഞാൻ കഴിക്കുന്ന കാര്യങ്ങളും പവിത്രതയുടെ കാര്യങ്ങളും ഈ പറയുന്നത് ഞാൻ കഴിക്കുന്ന രീതിയിൽ
ഞാനിങ്ങനെ സംസാരിക്കുന്ന പ്രശ്നമുണ്ടോ? ഒരിക്കലും ഇല്ല. നല്ല കാഷ്വലായിട്ട് പോകുന്നുണ്ട്. ഞാൻ എപ്പോഴും ചിന്തിക്കുന്ന, എനിക്ക് എൻ്റെ സുഹൃത്തുക്കളോടും എൻ്റെ സമൂഹത്തിനോടും എൻ്റെ കുട്ടികളോടും എനിക്കൊരു ധാർമ്മിക ഉത്തരവാദിത്വമാണ്. അപ്പം ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ ഞാൻ സ്പ്രെഡ് ചെയ്യാം. ഞാനിപ്പോൾ എനിക്ക് വെളിച്ചെണ്ണകൾ, പാക്കറ്റ് വെളിച്ചെണ്ണ, ഞാൻ പറയും അതിനകത്ത് എനിക്ക് ഉറപ്പുണ്ടെങ്കിൽ ഞാൻ ചെയ്യാം. പൈസ എല്ലാവർക്കും ആവശ്യമുണ്ടെന്ന് പറയും, എല്ലാവർക്കും. പക്ഷേ അത് നിലനിൽക്കട്ടെ. ഞാൻ കുറേ തട്ടിപ്പറിച്ചും കുറേ ഫേക്കിസം കാണിച്ചും ഞാൻ പൈസ ഉണ്ടാക്കിയിട്ട് അത് മരുന്നിനും മന്ത്രത്തിനും കളയണോ? ഞാൻ ലിമിറ്റഡായിട്ട് കാശുണ്ടാക്കി ഞാൻ ആഘോഷിച്ച് കളയണം? അതെ അല്ലേ? ലൈഫ് ഈസ് എ സെലിബ്രേഷൻ അല്ലേ? അപ്പോൾ സെലിബ്രേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ഒരു പക്ഷേ ചിലപ്പോൾ പൈസ പോലും വേണ്ട അല്ലേ? നല്ല ഹഗ്, നല്ല ചിരി, ഇതൊക്കെ ഭയങ്കര സെലിബ്രേഷനാണ്. അപ്പം ഞാനെപ്പോഴും സൊസൈറ്റിയെ നോക്കുന്നത്, നിങ്ങൾ പല ഇപ്പം ഞാൻ ഇന്നൊരു തേങ്ങാപ്പാൽ പൊടി ഇല്ലെങ്കിൽ ഞാൻ ഇന്നൊരു പാല് കൊള്ളാം, ഇല്ലെങ്കിൽ ഞാനിന്നൊരു വെളിച്ചെണ്ണ കൊള്ളാം, ഇല്ലെങ്കിൽ ഈ റെസിപ്പി കൊള്ളാം. നൂറ് മനസ്സിലാക്കണ്ടേ, എൻ്റെ കുക്കറി വീഡിയോസ് അല്ല ഈ മില്യൺ വ്യൂസ് എടുത്തേക്കുന്നത്. അല്ല, ഞാൻ പറയുകയാണ്, ഈ കരിവേപ്പിലയും ഈ എള്ളും ചേർത്ത് കഴിച്ചാൽ നിങ്ങൾക്ക് കൊള്ളാം. അപ്പോൾ എൻ്റെ പുറത്തുള്ള ആൾക്കാരുടെ ഫെയ്ത്ത് മനസ്സിലാക്കണം, വിശ്വാസമുണ്ട്. അതെ, അതിനെ നഷ്ടപ്പെടുന്ന അമ്മമാരും സഹോദരിമാരുമാണ്. കഴിഞ്ഞ ദിവസം ഞാൻ വർക്കലയിൽ കലങ്ങിലിരുന്ന് ചായ കുടിച്ചുകൊണ്ടിരിക്കുമ്പം ഒരു വണ്ടി കൊണ്ടുവന്ന് നിർത്തി, അമ്മയും മോളുക. അമ്മയാണ് എന്നെ തിരിച്ചറിഞ്ഞത്. അപ്പോൾ എനിക്കതൊക്കെ ഒരു ഓസ്കാറാടോ. അപ്പോൾ ഞാൻ കേരളത്തിൻ്റെ അമ്മമാർക്കും സഹോദരിമാർക്കും സുഹൃത്തുക്കൾക്കും ഒരു മെസ്സേജ് പറഞ്ഞാൽ അത് അവർക്ക് ഗുണകരമായിരിക്കണം. കുട്ടികൾ അവർ എഡ്യൂക്കേറ്റഡ് ആവുന്നതാണ് അല്ലേ? അപ്പോൾ അവരുടെ ബ്രെയിൻ ബൂസ്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഡ്രിങ്ക്സ് നമുക്ക് സജസ്റ്റ് ചെയ്യാം. അതിൽ ഒരിക്കലും ഫിസി ഡ്രിങ്ക് കൊടുക്കാൻ പാടില്ല. നമ്മൾ എത്ര സ്നേഹമെന്ന് പറഞ്ഞാലും, ഞാനിപ്പോൾ എത്ര സ്നേഹിക്കുമെന്ന് പറഞ്ഞിട്ട് കുറച്ച് വിഷം വാങ്ങിച്ചു തന്നാൽ അത് സ്നേഹമാവുമോ? ഒരിക്കലും ഇല്ല. ഞാൻ നൂറിനെ കാണാൻ പറയുമ്പോൾ ഹെയർ ശ്രദ്ധിക്കണം, ഹെയറിൻ്റെ ടെക്സ്ചർ ഒന്നുകൂടെ കൂട്ടണം. അതിന് വെർജിൻ ഓയിൽ നല്ലതാണ്, വെന്ത വെളിച്ചെണ്ണ ഈസി ആയിട്ട് ഉണ്ടാക്കാം. ഒരു മിക്സിക്കകത്ത് കുറച്ച് തേങ്ങാപ്പീരയും ആ തേങ്ങാ വെള്ളവും കൂടെ അടിക്കുക, ഒരു പാല് കിട്ടും. ആ പാല് തിളപ്പിക്കുക, എന്നിട്ട് തണുക്കാൻ വയ്ക്കുക. അടുത്ത ദിവസം അതിൻ്റെ മേളിൽ എണ്ണ തെളിഞ്ഞ് വരും. അതാണ് വെർജിൻ കോക്കനട്ട് ഓയിൽ. അതെടുത്ത് മുഖത്ത് തേക്കാം, തലയിൽ തേക്കാം. ശുദ്ധമായ എണ്ണ ആർക്കും വീട്ടിൽ ചെയ്യാം അല്ലേ? ഇതാണോ ഈ കോൾഡ് പ്രസ്ഡ്? അല്ല, അത് ഹോട്ട് പ്രസ്ഡ് ആണ്. ഞാൻ പറഞ്ഞ ഹോട്ട് പ്രസ്ഡ്. ഹോട്ട് പ്രസ്ഡ് എന്ന് വെന്ത വെളിച്ചെണ്ണ തിളപ്പിച്ച് നമ്മൾ എടുക്കുന്ന സാധനം. കോൾഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ തിളപ്പിക്കണ്ട, നമ്മൾ അരച്ച് വെച്ച് പിഴിഞ്ഞ് വെച്ച് കഴിഞ്ഞാൽ തന്നെ ഓട്ടോമാറ്റിക്കലി. എന്നിട്ട് അതിൻ്റെ ഒരു ലെയർ എടുത്ത് ഫ്രീസറിൽ വെക്കണം. അപ്പോൾ ഫ്രീസറിലാകുമ്പോൾ ആ ഓയിൽ കട്ട് ചെയ്യാം. പിന്നെ ചൂടാക്കുമ്പോഴത്തേക്ക് എണ്ണയും കിട്ടും. ഓക്കെ. ഈ വെന്ത വെളിച്ചെണ്ണയാണോ അപ്പോൾ ഈ വെർജിൻ കോക്കനട്ട് ഓയിൽ? രണ്ടും. വെന്ത വെളിച്ചെണ്ണ എന്ന് പറഞ്ഞാൽ ഹോട്ട് പ്രസ്ഡ് വെർജിൻ കോക്കനട്ട് ഓയിൽ. മറ്റേത് തണുത്ത് ഫ്രീസറിൽ വെച്ചിട്ട് എടുത്ത് മെൽറ്റ് ചെയ്തെടുക്കുന്നത്, നമ്മൾ ചൂടാക്കത്തില്ല. അത് കോൾഡ് പ്രസ്ഡ്, അതായത് വേവിക്കുന്നില്ല. അതിനെ കോൾഡ് എന്ന് പറയുന്നത് നമ്മൾ ചുമ്മാ ഈ തേങ്ങാപ്പാൽ എടുത്ത് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ അടുത്ത ദിവസം അതിൻ്റെ മേളിലൊരു ലെയർ പിടിക്കും. അത് എണ്ണ കോൾഡ് പ്രസ്ഡ്. ഏതാണ് ബെറ്റർ നമുക്ക് ഇതിൽ പറയാൻ പറ്റും? വെന്ത വെളിച്ചെണ്ണ അമ്മയുടെ മുലപ്പാലിനോട് സാമ്യമുള്ള ഒരേ ഒരു ദ്രാവകം. നമ്മളെ കേരളം അല്ലേ, കേരളത്തിൽ ജനിച്ച ഞാൻ തെങ്ങിനെ ബഹുമാനിക്കണം, തേങ്ങയെ ബഹുമാനിക്കണം. അപ്പം എനിക്ക് തേങ്ങാപ്പാലിൽ കൈവശം തന്നിട്ടുണ്ടെന്ന് പറഞ്ഞാൽ നല്ല കാര്യമല്ലേ? ഞാൻ പിന്നെ ഈത്തപ്പഴത്തിൻ്റെ അണ്ടിപ്പരിപ്പിൻ്റെ കഥ പറയും അല്ലേ? നമ്മുടെ നാട്ടിൽ കൂടുതലായിട്ടുള്ളത് തെങ്ങാണ്. ഇവിടുന്ന് ഗൾഫിൽ പോയിരുന്നോണ്ട് പാടും, മാമലകൾക്കപ്പുറത്ത് മരകൾ തട്ട്, അങ്ങനെ സാധനം ഉണ്ടല്ലോ, കേരളം എന്നൊരു നാടുണ്ട്, ഇതൊക്കെ പാട്ട് പാടും. അവർക്കറിയാം കേരളത്തിൻ്റെ വില എന്താ. 5 മണ്ടയടച്ച് പോവാത്ത തെങ്ങിനെ ഒരുമിച്ച് കാണിക്കാൻ പറ്റും. എന്ത് കേരളം? 5 തെങ്ങ് മണ്ടയടയ്ക്കാതെ ഒരുമിച്ച് നിൽക്കുന്നത് കേരളത്തിൽ കാണിക്കാൻ പറ്റുമോ? നോക്ക്, മലന്ന് നോക്കിയാൽ മതി ട്രെയിനിൽ പോകുമ്പോൾ. ഇല്ല. പിന്നെ എന്ത് കേരളം? അപ്പം ആദ്യം അതല്ലേ കേരളം അല്ലേ? സ്വന്തം നാട്ടിൽ അതാണ് കേരളം. അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ബാങ്കോക്കാണ് കേരളം, ശ്രീലങ്കയാണ് കേരളം അല്ലേ? മസ്കറ്റിലൊരു സ്ഥലമുണ്ട്, സലാല, അതാണ് കേരളം. ഇവിടെ തെങ്ങുള്ള എന്നാൽ നമ്മളെ കരിക്കിൻ്റെ ടേസ്റ്റ് ഈ നാട്ടിലുള്ള ഒരു നാട്ടിലും വേറെ നാട്ടിലും നമുക്ക് കിട്ടത്തില്ല. നമ്മൾ നാടൻ തേങ്ങയുടെ, അത് മാത്രമല്ല നാടൻ തേങ്ങയുടെ വേറൊരു ഗുണം, നാടൻ തേങ്ങ എടുക്കുക, അതേപോലെ തന്നെ തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന തേങ്ങ എടുക്കുക, രണ്ടും വെച്ച് തേങ്ങ അരച്ച മീൻകറി ഉണ്ടാക്കുക. ഏതിനാ ലൈഫെന്ന് നിങ്ങൾ തന്നെ നോക്ക്. നമ്മൾ വാങ്ങുമ്പോഴും പറയുമല്ലോ നാടൻ തേങ്ങ എന്ന് പറഞ്ഞിട്ട് വാങ്ങും. ഈ 2 തേങ്ങയിലും ആദ്യം എന്തുകൊണ്ട് തമിഴ്നാട്ടിൽ നിന്ന് വന്ന തേങ്ങ വളിച്ചു? നമ്മൾ നാടൻ തേങ്ങ ഇവിടെ ഇരിക്കുക. അപ്പോൾ നമ്മുടെ തേങ്ങയും എല്ലാം നേരത്തെ പവിത്രത നഷ്ടപ്പെടാതെ നോക്കിയാൽ വരുന്ന തലമുറയ്ക്ക് കൊള്ളാം. ഇല്ലെങ്കിൽ വല്ല രാജസ്ഥാൻ മരുഭൂമി കണക്ക് മണ്ടയടച്ച തെങ്ങൾ, ഈ കേരളിസോ അങ്ങനെ ഒരു പേരൊക്കെ വന്നല്ലോ ഇപ്പോൾ,
കേരളം കേരളം അങ്ങനെ പേരിടാൻ മാത്രം നടന്നാൽ മതിയോ? ഇത് ഞാനിപ്പോൾ പറഞ്ഞ കണക്ക് നാട് മൊത്തം വണ്ടികൾ ഓടുന്നുണ്ട് അല്ലേ? KSRTC. പലപ്പോഴും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് KSRTCയിൽ പുതിയ ഹൈടെക് വണ്ടി വന്നു, ടൂറിസ്റ്റ് കോച്ച് വന്നു. എൻ്റെ പൊന്നു നൂർജഹാൻ, മനസ്സമാധാനമായിട്ട് കേരളത്തിലെ ഒരു സ്ത്രീക്കോ പുരുഷനോ മലവിസർജനം ചെയ്ത് ഇല്ലെങ്കിൽ ഒന്ന് വിശ്രമിച്ചിട്ട് പോകാൻ ഈ KSRTCകളിൽ എവിടെങ്കിലും ഒരു കംഫർട്ട് സ്റ്റേഷനുണ്ടോ? അതല്ലേ ആദ്യം വേണ്ടേ? നമ്മളെ അമ്മ പെങ്ങന്മാർക്കും നമുക്കും പോയി ഇരിക്കാൻ ഒരു കംഫർട്ട് സ്റ്റേഷൻ വേണം. അല്ലാണ്ട് ബസ് കെട്ടിയിട്ടിട്ട് കാര്യമുണ്ടോ? ഇല്ല. അപ്പോൾ നമ്മളുടെ ഇൻഫ്രാസ്ട്രക്ചറിൽ കേരളത്തിൻ്റെ തെങ്ങാണ് അടിസ്ഥാനം, അഗ്രികൾച്ചറാണ്. ദി വേർഡ് ദാറ്റ് കംസ് അലോങ് വിത്ത് കൾച്ചർ ഇൻ ഇംഗ്ലീഷ് ഡിക്ഷണറി ഈസ് അഗ്രികൾച്ചർ. ദാറ്റ് ഈസ് ദ കൾച്ചർ. അപ്പോൾ ആ കൾച്ചറാണ് നഷ്ടപ്പെടുന്നത്. നമ്മളിപ്പോൾ ഈ വെന്ത വെളിച്ചെണ്ണയുടെയും എല്ലാം കാര്യം പറഞ്ഞു. നമ്മുടെ നാട്ടിൽ ഈ പാക്കറ്റിൽ കിട്ടുന്ന വെളിച്ചെണ്ണ നമ്മൾ പല ബ്രാൻഡുകളുടെയും വാങ്ങും. ഇതൊക്കെ ശരിക്കും നമുക്ക് വിശ്വസിച്ച് ഉപയോഗിക്കാവുന്ന വെളിച്ചെണ്ണകൾ തന്നെയാണോ? ഞാനത് പറയില്ല. നിങ്ങൾ നോക്കി വാങ്ങിക്കുക. നിങ്ങൾ ആട്ടിയ വെളിച്ചെണ്ണ ഇന്നിപ്പോൾ ഒരുപാട് നല്ല ബ്രാൻഡുകളുണ്ട്. അത് സമീപിക്കുമ്പോൾ നമ്മൾ ഈ അല്പലാഭം പെരുംചേതമെന്ന് പറയുന്നത്, നമ്മൾ അല്പലാഭം ആരും ഇൻഡസ്ട്രിയിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ടൊന്നും തരില്ല. അപ്പം ഒരു ലിറ്റർ വെളിച്ചെണ്ണ ഇപ്പോൾ 450 രൂപ അല്ലെങ്കിൽ 350 രൂപ, വേറെ സ്ഥലത്ത് 280 രൂപ. എന്താണെന്ന് നിങ്ങൾ അന്വേഷിക്കണം. മനസ്സിലായില്ലേ? നിങ്ങൾ അന്വേഷിക്കണം. നിങ്ങൾ വായിക്കകത്തോട്ട് ഇടാൻ പോകുന്ന ഭക്ഷണത്തിനെ പറ്റിയാണ് നിങ്ങൾ വായിക്കകത്തിടുന്ന മരുന്ന് അന്വേഷിക്കാറുണ്ട് അല്ലേ? അതിൻ്റെ പ്രിസ്ക്രിപ്ഷൻ, അതിൻ്റെ ഡോക്ടർ അല്ലേ? നിങ്ങൾ വായിലോട്ടിടുന്ന ഭക്ഷണത്തിനെ പറ്റി എന്തുകൊണ്ട് അന്വേഷിക്കുന്നില്ല? എവിടുന്നാണ്, എന്താണ് കഴിക്കാൻ പോകുന്നത്? നിങ്ങൾ അതല്ലേ ശ്രദ്ധിക്കണ്ടേ? അത് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മരുന്ന് തിന്നണ്ട. അപ്പോൾ നമ്മളെ സ്കിന്ന്, നമ്മളെ ഹെയർ, നമ്മളെ ബോഡി ലാംഗ്വേജ്, നമ്മളെ ബോഡി ടെക്സ്ചർ, യുവർ എ ബോൺ യുണീക്ക് മാർവലസ് പ്രോഡക്റ്റ് അല്ലേ? യുണീക്കാണ് നമ്മൾ. അപ്പം നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്, ഒരു ബെൻസ് കാറ് വാങ്ങിച്ചാൽ നക്കി തുടച്ച് നടക്കുന്നവന്മാരുണ്ട് അല്ലേ? ഒരു റോൾസ് റോയ്സ് വാങ്ങിച്ചാൽ പിന്നെ പറയാൻ വേണ്ട, ചിലപ്പോൾ അതിനകത്ത് അരിങ്ങണം തുടങ്ങും. അപ്പോൾ ഒരു യുണീക്ക് പ്രോഡക്റ്റായിട്ടുള്ള നമ്മൾ എന്ത് മാത്രം കെയർ ചെയ്യണം. ഇപ്പം നൂർജഹാൻ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നൂർജഹാൻ പറയാം എന്നെ അവൻ പറ്റിച്ചു, ഇവൻ പറ്റിച്ചു, അല്ല അവനെ വിശ്വസിക്കാൻ കൊള്ളത്. നമ്മൾ സ്വയം നമ്മളോട് നീതി പുലർത്തുന്നുണ്ടോ? ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഇല്ലെങ്കിൽ പിന്നെ ആരാടോ തൻ്റെ ലൈഫിൽ വേറെ നീതി പുലർത്തേണ്ടത്? ആൻസർ മീ. Are you fair enough? Are you honest and truthful to yourself? The game begins there. If you are, then you have the gratitude and the right to expect that from your kith and kin. Unless otherwise, tell me, do you deserve an honesty? Yes. പറഞ്ഞ മനസ്സിലായത്. നമ്മളോട് ഓണസ്റ്റ് ആയിരിക്കണം. നമ്മളെ ഫിസിക്ക്, നമ്മളെ പല്ല്, നമ്മളെ ഹെയർ, നമ്മളെ സ്കിൻ, നമ്മളെ കിഡ്നി, നമ്മളെ ലിവർ, ഇതിനെ ബേസ് ചെയ്ത് വേണം നമ്മൾ ഫുഡ് പ്ലാൻ ഉണ്ടാക്കാൻ. ഇതിനു വേണ്ടിയാണ് നമ്മൾ പണിയെടുക്കുന്നത്. ആ വരുന്ന പൈസ കൊണ്ടുപോയി ഒരുത്തൻ്റെ കൊടുക്കുമ്പോൾ മെർസഡീസ് ബെൻസ് പോലത്തെ അല്ലെ ഫെറാറി പോലത്തെ ലിമിറ്റഡ് എഡിഷൻ പ്രോഡക്റ്റിലേക്കാണ് നമ്മൾ ഫ്യൂവൽ ചെയ്യുന്നത് അല്ലേ? അപ്പം അങ്ങനെ ഫ്യൂവൽ ചെയ്യുമ്പം നിങ്ങളോട് ജസ്റ്റിസ് കാണിക്കുന്നുണ്ട്. നമുക്ക് പറയാം പഴങ്കഞ്ഞി കുടിക്കൂ, പച്ചയിറച്ചി തിന്നും, അത് തെറ്റാണ്, ഇത് ശരിയാണെന്നൊക്കെ പറയാം. മനസ്സിലായില്ലേ? അതൊക്കെ ഒരു പേഴ്സ്പെക്റ്റീവ് ഓഫ് തോട്ടാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം അക്കോർഡിംഗ് ടു മീ പ്രോബയോട്ടിക്സ്, പ്രോട്ടീൻ, സിങ്ക്, കാൽസ്യം, പൊട്ടാസ്യം, നമ്മുടെ ഹോർമോൺസിനെയൊക്കെ എങ്ങനെ ബാലൻസ് ചെയ്യണം, ഇതിനെപ്പറ്റി നമ്മൾ എഡ്യൂക്കേറ്റഡ് ആണ്. എൻ്റെ അനാറ്റമിയും മോളുടെ അനാറ്റമിയും രണ്ടും ഡിഫറെൻ്റ് ആണ്. അപ്പോൾ മോളുടെ അനാറ്റമിയിൽ ചിലപ്പോൾ വെള്ളം കുടിച്ചാൽ തന്നെ ബ്ലോട്ട് ചെയ്യും. അപ്പോൾ ആൻറ്റി ബ്ലോട്ട് ചെയ്യാനായിട്ട് എന്തൊക്കെ ചെയ്യണം നോക്കണം. ഇപ്പോൾ എനിക്ക് ചില സമയത്ത് അസിഡിറ്റി കൂടുതലായിരിക്കും. അപ്പോൾ ഞാൻ എങ്ങനെ ആൽക്കലൈൻ ഫുഡിനെ കൂടുതൽ കൊണ്ടുവരാം ഞാൻ അറിഞ്ഞാൽ പോരെ. നമ്മളെ സ്റ്റഡി ചെയ്യണം. ഈ പച്ച മാംസം കഴിക്കുന്നതൊക്കെ പലരും പല അഭിപ്രായങ്ങൾ പറയാറുണ്ട്. അക്കോർഡിംഗ് ടു യു എങ്ങനെയാണ് നമുക്കത് ഭക്ഷിക്കാൻ പറ്റുന്നതാണോ? ഇറ്റ് ഡിപ്പെൻസ്. ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ സൂഷി എന്ന് പറയുന്ന ഫുഡൊക്കെ. ഞാനിപ്പം അമേരിക്കയിൽ പോയെന്ന് പറഞ്ഞ് ഞാൻ അമേരിക്കക്കാരനാവും? ഇല്ല. പൂമാലയിട്ട് സ്വീകരിച്ചെന്ന് പറഞ്ഞ് പെണ്ണ് പൂക്കടക്കാരന് സ്വന്തമാവില്ല. ആവില്ല. ഞാൻ മലയാളിയാണ്. എൻ്റെ ജനറ്റിക്സ്, എൻ്റെ ബ്ലഡ് ലൈൻ ഈ മണ്ണിൽ നിന്നാണ്. എനിക്കൊരു പക്ഷേ ഗ്രേഡ് ചെയ്യാം.
അതല്ലാണ്ട് ഞാൻ അവിടെ ഒരു നാട്ടിൽ ചെല്ലുന്നു, ഞാൻ നിക്കർ വിട്ട് പൈപ്പം പിടിച്ച് ഹലോ മിസ്റ്റർ പെരേര എന്ന് പറഞ്ഞ് നാട്ടിനെ പുച്ഛിച്ച്, നാട്ടിലെ ഫുഡിനെ പുച്ഛിച്ച്, എൻ്റെ വെളുത്തുള്ളിയിൽ ഫംഗസ് ഉണ്ട്, ഫോറിൻ വെളുത്തുള്ളിയിൽ അതില്ല, ഇതൊക്കെ തിന്ന് തന്നെ നമ്മളിവിടം വരെ എത്തിയത്. നമ്മളെ അമ്മമാർ ചെയ്ത ക്ലിനിക്കൽ പരിപാടിയുണ്ട്, കഴുകുക, ഉണക്കുക, വൃത്തിയാക്കുക. അതൊന്നും നമ്മൾ പുച്ഛിച്ചിട്ട് കാര്യമില്ല. കഴുകി വൃത്തിയാക്കി ഉണക്കി തന്നെ നമ്മൾ കഴിക്കണം. നമ്മളുടെ ഫുഡ്, നമ്മളുടെ ഇപ്പം ഒരു ഡോഗിനെ എടുക്കാം, ഈ ഡോഗിന് പച്ചയിറച്ചിയും കൊടുക്കാം, കുക്ക്ഡ് മീറ്റും കൊടുക്കാം. രണ്ട് ക്യാരക്ടർ കാണിക്കുമെന്നാണ്. പച്ചമീറ്റ് കഴിക്കുമ്പോൾ കുറച്ചുകൂടെ അഗ്രഷൻ അല്ലേ, അങ്ങനെ പറയുന്നത്. അപ്പോൾ നമ്മളുടെ വാട്ട് യു ഈറ്റ് ഇസ് വാട്ട് യു ആർ. ഇപ്പം നമ്മുടെ തോട്ട് പ്രോസസ്സിനെ തന്നെ നമുക്ക് മാറ്റി എടുക്കാൻ പറ്റുന്നത് നമ്മൾ ഫുഡ് സൈക്കിൾ കൊണ്ടാണ്. വാട്ട് യു ഈറ്റ് ഇസ് വാട്ട് യു ആർ. അപ്പോൾ കുട്ടികളെ തന്നെ നമ്മൾ ഗ്രൂം ചെയ്ത് ഡെവലപ്പ് ചെയ്തെടുക്കുമ്പം കുട്ടികളുടെ ഡയറ്റ് പ്ലാൻ നമുക്ക് ഇമ്പോർട്ടൻ്റ്. അപ്പോൾ നമ്മളെ ബ്ലഡ് ലൈനായിട്ട് ഇപ്പോൾ ഡീസൽ എഞ്ചിനാണെന്ന് വെച്ചാൽ നമ്മൾ പെട്രോൾ അടിച്ചിട്ട് കാര്യമുണ്ടോ? ഒരിക്കലും ഇല്ല. നമ്മൾ ദ്രവീഡിയൻസ് ആണ്. അതെ, നമ്മൾ ദ്രവീഡിയൻസ് ആണ്, നമ്മൾ സൗത്ത് ഇന്ത്യ ആണ്, നമ്മൾ ഈ മണ്ണിലുള്ളവരാണ്. അപ്പോൾ നമുക്കിവിടെ മുണ്ടായിരിക്കും കൂടുതൽ അനുയോജ്യമായിട്ടുള്ളത്. കാരണം ജീൻസ് നമ്മുടെ ബോഡിയുടെ ഹീറ്റ് കൂട്ടും. അപ്പോൾ നമ്മൾ ആണുങ്ങളാണെങ്കിൽ നമ്മുടെ ടെസ്റ്റിക്കിൾസിനെ അതെല്ലാം ബേൺ ചെയ്ത്. എന്തുകൊണ്ടാണ് ബോഡിയിൽ തന്നെ മെന്നിൻ്റെ ടെസ്റ്റിക്കിൾസ് ബോഡിയുടെ പുറത്തായിരിക്കുന്നത്? കാരണം ബോഡി ടെമ്പറേച്ചറിനെ കാട്ടി കൂൾ ഡൗൺ ചെയ്ത് വേണം ആ സാധനം ഇരിക്കാൻ. ഇപ്പം ഈ പറയുന്ന ജീൻസും കാര്യങ്ങളും നമുക്ക് AC റൂമിലിരിക്കാം. ഒരു ശരാശരി ലൈഫ് സ്റ്റൈലിൽ ഈ ടെമ്പറേച്ചറിൽ ഒരു കാരണവശാലും തിക്ക് ക്ലോത്ത്സ് ഉപയോഗിക്കാൻ പാടില്ല. ഞാൻ സ്റ്റൈലിന് വേണ്ടി ഒരു ജാക്കറ്റൊക്കെ ഇട്ട് സ്റ്റൈലിന് വേണ്ടി ആ ഫോട്ടോഷൂട്ട് കഴിയുന്ന നിമിഷം അത് ഊരി മാറ്റി വെച്ച് താങ്ക് യു സോ മച്ച് നമുക്ക് അല്ലേ. നമ്മുടെ ക്ലൈമറ്റ്, നമ്മുടെ വെതർ, ഇതെല്ലാം കണക്ട് ചെയ്ത് നമ്മൾ പിടിച്ചാൽ നമ്മുടെ ഹെൽത്ത് നന്നായിരിക്കും. കൂടുതൽ കാലം ഹാപ്പിയായിട്ട് ജീവിക്കാൻ പറ്റും. ഈ നമ്മൾ കഴുകിയെടുക്കുന്ന കാര്യം പറഞ്ഞല്ലോ. അപ്പം ഞാനൊക്കെ ചെറുപ്പം മുതലേ കണ്ടുള്ള എൻ്റെ അമ്മയൊക്കെ ആണെങ്കിലും ഇപ്പോൾ ഒരു ചിക്കൻ കടയിൽ നിന്ന് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് 2-3 തവണ കഴുകിയിട്ട് കുക്ക് ചെയ്യുന്നത് ഇതുവരെ കണ്ടിട്ടുള്ളത്. പക്ഷെ റീസെൻ്റ്ലി നമ്മളിങ്ങനെ കുറേ ആയിട്ട് കേൾക്കാറുണ്ട്, നമ്മളത് കൊണ്ടുവന്ന് കഴുകി കഴിഞ്ഞാൽ വീണ്ടും അങ്ങനെ കഴുകരുതെന്നൊക്കെ കേൾക്കാറുണ്ട്. ശരിക്കും എന്താണ് ശരിക്കും? പച്ചക്കറികൾ കട്ട് ചെയ്തിട്ട് കഴുകാൻ പാടില്ല, കഴുകിയിട്ട് കട്ട് ചെയ്യണം. കോഴി കട്ട് ചെയ്തിട്ട് കഴുകണം. മീറ്റെല്ലാം കട്ട് ചെയ്തിട്ട് കഴുകണം. പച്ചക്കറികൾ കഴുകിയിട്ട് കട്ട് ചെയ്യണം. ഇതിനെല്ലാം പ്രോസസ്സുണ്ട്. അതേപോലെ പച്ചക്കറികൾ തുറന്നു വെച്ച് വേവിക്കണം, ഇറച്ചി അടച്ചു വെച്ച് വേവിക്കണം. ഇതെല്ലാം പഴയ കാലത്തെ പാചക വിദഗ്ധർ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. അത് ഓരോന്നിനും ഓരോ ഇത് പറയാൻ എല്ലാം അങ്ങനെ ആവണമെന്നില്ല. പക്ഷേ ജനറൽ സ്റ്റാൻഡേർഡൈസേഷനിൽ ക്ലീനിങ് ദ പ്രോഡക്ട്സ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. കാരണം അതിനകത്ത് ബാക്ടീരിയയും വൈറസും എല്ലാം ഉണ്ടാവും, ഫംഗസ് ഉണ്ടാവും. അപ്പോൾ ഇത് ഫംഗസ് എന്ന് പറയുന്നത് ഇപ്പോൾ മുളച്ച ഉരുളക്കിഴങ്ങ് ഒരു കാരണവശാലും കഴിക്കാൻ പാടില്ല. എത്രയോ വീടുകളിൽ അമ്മമാരെ ചെത്തിക്കളഞ്ഞിട്ട് അറിയില്ല. എവിടാണ് ഫുഡിൻ്റെ അവയർനെസ് ഉള്ളത്? ഈ പറയുന്ന സോഷ്യൽ മീഡിയയിൽ ഇപ്പം ഡോക്ടേഴ്സിൻ്റെ വീഡിയോസ് കണ്ടാൽ ആരെങ്കിലും മരുന്നിനെ പറ്റി പറയുന്നുണ്ടോ? ഇല്ല. എല്ലാവരും ഗട്ട് എല്ലാം പിടിച്ചേക്കുക അല്ലേ. ഗട്ടാണ്, നിങ്ങളെ ഗട്ട് വൃത്തിയാക്കണം, നിങ്ങളെ ഗട്ട് അങ്ങനെ പിടിക്കണം, ശരിയല്ലേ? ഡോക്ടേഴ്സിൻ്റെ എല്ലാ വീഡിയോസും നോക്കണം. എവിടെയെങ്കിലും ഡോക്ടേഴ്സ് ഈ പറഞ്ഞ നിങ്ങൾ പാരസെറ്റമോൾ കഴിച്ചാൽ മതി, ഫുഡ് ഹാബിറ്റ്സിനെ പറ്റിയാണ്. വേറെ എക്സസൈസ് പോലും പിന്നെ പ്രധാന ഫുഡിലാണ് പിടിച്ചേക്കുന്നത്. ഇത് ഫോളോ ചെയ്യുന്ന എത്ര മലയാളികളുണ്ട്?